മോഷ്ടാക്കൾ ജാഗ്രത. രാത്രിയിലോ പകലോ ഇവിടുത്തെ വീടുകളിലും കടകളിലും മോഷണം നടത്താമെന്ന കുൽസിത ചിന്താഗതിയുമായി വരുന്നവർ ഓർത്തുവെച്ചോ. കാര്യം സാധിച്ച് വെറുതെ അങ്ങ് പോകാമെന്ന് വിചാരിക്കണ്ട. നല്ല ഇല വെട്ടി വിളമ്പി 16 കറിയും ചേർത്ത് ഉരുളയാക്കി ഉരുട്ടി തെറ്റിച്ചിട്ടേ വിടൂ. ഞാൻ ആദ്യം കണ്ടപ്പോൾ ഇല വെട്ടി നല്ല സദ്യ കൊണ്ട് കൊടുത്തേ വിടൂ എന്ന് പറഞ്ഞപ്പോൾ അത് ആ ധീരത ഫ്ലക്സിൽ മാത്രമെന്നാണ് കരുതുന്നത്. പക്ഷേ എല്ലാ കരുതിക്കുട്ടി തന്നെ ഇറങ്ങിയിരിക്കുകയാണ് ഒരു പടയായിട്ടല്ലേ? തീർച്ചയായും ദിവിഷ, കാരണം ഈ നമ്മുടെയൊക്കെ നാട്ടിൽ ഈ അടുത്തിടെയായിട്ട് കഴിഞ്ഞൊരു 1.5 മാസമായിട്ട് ഈ മോഷണ വാർത്തകളുടെ എണ്ണം എന്ന് പറയുന്നത് ദിവസം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. പ്രത്യേകിച്ച് ഈ കുർവാ സംഘം, ഈ കുർവാ സംഘത്തിൻ്റെ അതേ മാതൃകയിൽ തന്നെ മോഷണം നടത്തുന്ന ഈ പ്രാദേശികമായിട്ടുള്ള മോഷ്ടാക്കൾ, അത്തരത്തിൽ മോഷണ വാർത്തകളിങ്ങനെ ടി വിയിലും പത്രത്തിലൊക്കെ ഇങ്ങനെ കൂടിക്കൂടി വരുന്നൊരു സമയമാണ്. അപ്പോൾ എന്തായാലും ഈ കല്ലറയിലും, ഈ വൈക്കം കല്ലറയിലും സമാനമായ രീതി തന്നെയാണ്. ഡെയിലി ഇത്തരത്തിലുള്ള മോഷണങ്ങളൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് പല വീടുകളിൽ മോഷണം നടത്തുന്നു, കടകളിൽ മോഷണം നടത്തുന്നു, കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ വരെ മോഷണം നടത്തുന്ന രീതിയാണ് നിലവിലുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഇതെല്ലാം കണ്ടിട്ടാണ് ഈ കല്ലറ 4-ാം വാർഡ് മെമ്പറായ അരവിന്ദ് ശങ്കർ എന്തായാലും ഈ നാട്ടുകാരെയൊക്കെ ചേർത്തുകൊണ്ട് മുന്നിട്ടിറങ്ങുന്നത്. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ ഫ്ലക്സ്. ഈ മെമ്പർ മുന്നിട്ടിറങ്ങിയെന്ന് പറയുമ്പോൾ തന്നെ മെമ്പർ ചില്ലറക്കാരനല്ല, ദിവിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ കളരി ആശാൻ കൂടിയാണ്. 100-ലധികം കുട്ടികളുള്ള ഒരു കളരി ആശാൻ കൂടിയാണ് ഈ മെമ്പർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഫ്ലക്സ് വയ്ക്കുന്നു. ആ ഫ്ലക്സാണ് ഇപ്പോൾ ഈ നാട്ടിലെ താരമെന്ന് പറയുന്നത്.